ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. കൂടെ ശ്രീ സിബി മലയിലും അതേ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലൊരു ധാരണയുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുമിച്ചാണ് എന്നുള്ളത്. ഒരാൾ അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ മറ്റേ ആളും ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ തുടക്കകാലം മുതലുള്ള ഒരു ധാരണയാണ്. ഞാൻ സിബി സാറും തമ്മിലുള്ള ധാരണയാണ്. അപ്പം ഞാൻ ജനറൽ കൗൺസിലിൽ എന്റെ സംഘടനയ്ക്കുള്ളിലല്ലേ പറയാൻ പറ്റുള്ളൂ. 18 വർഷമായിട്ട് ഒരാളിലേക്ക് അധികാരം ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മുമ്പ് പല മീറ്റിങ്ങുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പൊതുവ്യവഹാരം കിടപ്പുണ്ടല്ലോ, അതിലൊന്നും നമ്മളതിനെക്കുറിച്ച് ബോധേടല്ലെങ്കിലും എന്തോ ഈ അധികാരം മുഴുവൻ ഒരാളിലേക്ക് ചിലരിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ള സംഗതി ഉണ്ട്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ശക്തമായ ഒരു നിലയിലാണ് ഈ സംഘടന. ഫെഫ്ക 2008 തുടങ്ങിയ സംഘടന. അംഗസംഘടനകളിൽ മിക്കതിനും സ്വന്തമായ ആസ്ഥാനമുണ്ട്. വലിയ രീതിയിലുള്ള നീക്കിയും ക്ഷേമപ്രവർത്തനങ്ങളുണ്ട്. ഒരാള് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ 10 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന തൊഴിലാളി യൂണിയനുകൾ ഫെഫ്കയിലുണ്ട്. വേറെ ഒരിടത്തും ഇല്ലാതെ മാസം 10,000 രൂപയ്ക്ക് അടുപ്പിച്ച് പെൻഷൻ കൊടുക്കുന്ന യൂണിയനുകളുണ്ട് അംഗങ്ങൾക്ക്. അപ്പോൾ വളരെ ശക്തമായ നിലയിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. മറിച്ച് അത് മാത്രമല്ല, ചിരകാലമായിട്ട് തൊഴിലാളികൾക്കുണ്ടായിരുന്ന ഒരു ആവശ്യം അധ്വാന സമയത്തിന്റെ പുനഃക്രമീകരണമായിരുന്നു. മറ്റത് 16 മണിക്കൂർ വരെയൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ തൊഴിൽ ഞങ്ങളുടെ വേതന കരാറിൽ കോൾ ഷീറ്റ് സമയം 12 മണിക്കൂറാക്കി. മാധ്യമ ശ്രദ്ധ എത്രത്തോളം അത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വിപ്ലവകരമായ തീരുമാനമാണ്. അപ്പൊ 12 മണിക്കൂറാക്കി. അപ്പൊ ഞാൻ നോക്കിയപ്പോ 18 വർഷത്തെ പ്രവർത്തനങ്ങളൊന്നും നോക്കിയപ്പോ എല്ലാ സംഘടനകളും ശക്തമായ നിലയിലായിരിക്കുന്നു. ഒരു പെൻഷൻ സിസ്റ്റം ഉണ്ടാകുന്നു, സമയക്രമം ഉണ്ടാകുന്നു, തൊഴിലവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാകുന്നു, പരിഹാര സംവിധാനം ഉണ്ടാകുന്നു, ഫെഫ്കയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാകുന്നു. അതിനകത്ത് വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹന്റെ വളരെ ഗംഭീരമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ സംഘടന സുശക്തമായ നിലയിലും ഘടനാപരമായും ഒക്കെ വളരെ ശക്തമായ നിലയിലാണ്. ആ സംഘടനയ്ക്ക് ഇനി പഴയതുപോലെ എന്നെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം സംഘടന ഔട്ട്ഗ്രോ ചെയ്തിരിക്കുന്നു. ഒരു സ്ഥിര നേതൃത്വത്തിൽ നിന്നും സംഘടന ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു. അപ്പൊ ഇതാണ് അതിന്റെ സമയം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 18 വർഷത്തിൽ കൂടുതലൊന്നും ഒരാള് ഒരു നേതൃപദവിയിൽ ഇരിക്കരുത്. 18 വർഷമൊക്കെ തന്നെ അക്രമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇനി ഇരിക്കരുത് എന്നൊരു തീരുമാനം എന്റെ ഉള്ളിലുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സ്വകാര്യമായിട്ടുള്ള സമയം ആവശ്യമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും എഴുതാനും യാത്ര ചെയ്യാനും കുറച്ച് അധ്യാപനമൊക്കെ നടത്താനും ഒക്കെയുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം സിബി സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് 2 പേർ കൂടി അത് പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ വിശദമായിട്ട് തന്നെ ഈ ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ നിങ്ങൾക്ക് ഇവരോടെല്ലാം സംസാരിക്കാം. എല്ലാം സംഘടനാ പ്രതിനിധികളാണ്. ഓരോ സംഘടനയും പ്രതിനിധിക്കുന്ന സെക്രട്ടറിമാരുണ്ട്, ഇതിനകത്ത് പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. എല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോ അവര് കണ്ടത് ഒരു തരത്തിലുള്ള മാറ്റവും അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. അവർ കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കാതെ ജോലിയിൽ നിന്ന് കുറച്ചൊക്കെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഈ സംവിധാനമായിട്ട് മുമ്പോട്ട് പോകാം. അവർക്ക് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തുടരണമെന്നും പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ സിബി മലയിൽ തുടരണമെന്നുമാണ് സംഘടനയുടെ ജനറൽ കൗൺസിൽ കണ്ടത്. ഞാൻ അവരോട് പറഞ്ഞത് പഴയ രീതിയിലുള്ള പ്രവർത്തനം എന്റെ കയ്യിൽ നിന്ന് വന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്നോട് ചൂണ്ടിക്കാണിക്കണം. അപ്പൊ നമുക്ക് തിരുത്തലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അവര് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞെങ്കിലും അവരുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു തുടരണമെന്നാണ്. അല്ലെ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. വളരെ വിശദമായി 2 മണിക്കൂറോളം ചർച്ച ചെയ്തു. ഇതെങ്ങനെയോ നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ വന്നു. എന്തായാലും ഫെഫ്കയുടെ മുമ്പോട്ടുള്ള പോക്കിലും ജനറൽ സെക്രട്ടറിയായി ഞാൻ തുടരുന്നതിലും മാധ്യമങ്ങൾക്കുള്ള വളരെയധികം വലിയ താല്പര്യവും നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഐക്യദാർഢ്യവും തിരിച്ചറിയുമ്പോൾ എനിക്ക് നിങ്ങളോട് വലിയ സന്തോഷവും സ്നേഹവും തോന്നുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
ഇതിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടോ മുന്നോട്ടോ ഒന്നുള്ളൂ. ഞങ്ങളെല്ലാം വളരെ അടിസ്ഥാനപരമായിട്ട് സംഘടനാ പ്രവർത്തകരല്ലേ. സംഘടന ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് നമ്മളല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. നമ്മുടെ തീരുമാനം ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് സംഘടനയെ പറയുന്നു, സംഘടനയുടെ ജനറൽ കൗൺസിൽ തീരുമാനിക്കുന്നു, ആ ജനറൽ കൗൺസിലിന്റെ തീരുമാനത്തിന് വിധേയമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീരുമാനം വരുന്നതിന് മുമ്പ് വാർത്തകളൊന്നല്ലേ ഉള്ളൂ, തീരുമാനം നടക്കുന്നില്ല. ഇപ്പോഴാണല്ലോ തീരുമാനം എത്തിയത്. അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ, വേറെ ഒന്നും സംസാരിക്കാനില്ലല്ലോ, പ്രത്യേകിച്ച് വേറെ. കൂടുതൽ സമയം നൽകാമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇൻഫർമേഷൻ തെറ്റാണ്, തെറ്റായ ഇൻഫർമേഷനാണ്. അല്ല അത് പോട്ടെ, എന്താണ് കൂടുതൽ അല്ല, ഇനിയിപ്പോൾ സമയം ആവശ്യത്തിനുള്ള സമയം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും തരാമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു പ്രവർത്തനം അത് ഏകോപിക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പറയണോ? ഇന്നല്ലേ സമയം കിട്ടിയത്, നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. നോക്കാം. എന്തോ മറ്റൊരു കാര്യം, സുമതിവളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാർട്ടി വ്യക്തി നടക്കുന്നു. അതിലെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റേ കിട്ടിയിട്ടുണ്ടോ? സർക്കാരിലുള്ള ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടാവുന്നു? അല്ല, ഞങ്ങളെ സാധാരണഗതിയിൽ ഒരു സിനിമയുടെ റിലീസിന് മുമ്പാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംഘടന ചർച്ച ചെയ്യുന്നത്. റിലീസിന് ശേഷമുള്ള ചർച്ചയാണ്, നിർഭാഗ്യകരമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് നമ്മൾ സംസാരിച്ചു അതിനകത്ത്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അങ്ങനെ ഒരു ഗ്രീവൻസ് ആ പ്രൊഡ്യൂസറിനുണ്ടെങ്കിൽ അവരത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്നും കൂടി. അപ്പൊ ഞങ്ങളുടെ അംഗങ്ങൾ അതിന്റെ ചെലവും കണക്കും ഒക്കെ ഞങ്ങൾക്ക് ബോധിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മളായിട്ട് പോയിട്ട് അതിനകത്തൊരു അഭിപ്രായം പറയുന്നത് ഇപ്പം അതിനുള്ളൊരു സാങ്കത്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് പൊതുവെ പറയാനുള്ളൊരു കാര്യം, ഒരു സിനിമ ഓടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സംവിധാനം ചെയ്ത ഒരു നടനാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം കാര്യം. മനസ്സിലായോ? ഇപ്പോ ഇന്ന് ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത്, കേൾക്കണേ നിങ്ങള്, ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത്, ഈ നടന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് എഡിറ്റ് ചെയ്ത് അവരൊരു വഴിയാവുന്നു എന്നാണ് പറയുന്നത്. സിനിമ അത് പരാതിയായിട്ട് വന്നിട്ടുണ്ട്, ഇല്ല വിപിൻ? പരാതിയായിട്ട് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അപ്പോ ഞങ്ങൾക്ക് ആരോടും എന്താ പറയണ്ട, ഒരു കലഹത്തിന് പോകാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താണ് എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഫെഫ്കയുടെ ജനറൽ കൗൺസിലിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. എന്നാൽ ജനറൽ കൗൺസിൽ ഈ ആവശ്യം അംഗീകരിച്ചില്ല. ജനറൽ സെക്രട്ടറി പദവിയിൽ ബി ഉണ്ണികൃഷ്ണൻ തുടരും. പതിവ് നാടകം ഫെഫ്കയിൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.